നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. മാൻഷനിലെത്തുമ്പോൾ സമയം 10 മണിയോട് അടുത്തിരുന്നു. കാറ് ഗേറ്റടന്നു. വേഗത്തിൽ പുറത്തേക്ക് വരുന്ന സ്ത്രീയെ കാണെ ഇരുവരും കാറിൽ നിന്നിറങ്ങി. അറിയോ ഓക്കെ മാമ? ജാൻ തെല്ലൊരു അമ്പരപ്പോടെ ചോദിച്ചു. അപ്പോഴേക്ക് സ്ത്രീ നീലാംബരിയെ കെട്ടിപ്പിടിക്കാൻ തിരക്കിലായിരുന്നു. ഞാൻ ഓക്കെയാ മോനു, ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി. ആ കീങ് തന്നേക്കുണ്ണിക്കുട്ടാ. എന്തായാലും ഇനി ഞാൻ ഈ കാറിൽ പോവാം. മമ്മ, ഐ വിൽ ഡ്രോപ്പ് യു. നോ, നിങ്ങൾ റെസ്റ്റ് എടുക്ക്. എനിക്ക് ശീലമുള്ളതല്ലേ. കിരണും കാവ്യം ഫ്ലാറ്റില്ല. രണ്ടിനെയും കാണാൻ കൂടി കിട്ടാറില്ല. ഇന്നലെ രാത്രിയോ മറ്റാണ് അവൻ എത്തിയത്. രാവിലെ തന്നെ അവളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ടു. പിന്നെ പിള്ളേരെ ഇനിയെങ്കിലും വഴക്കിട്ട് പണങ്ങാതെ കിരണിനെയും കാവ്യം കണ്ടുപിടിക്ക് രണ്ടും. ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് തന്നെ ജാന്റെ കയ്യിൽ നിന്ന് കീ വാങ്ങി ശ്രീ കാറിലേക്ക് കയറി. അപ്പോഴേക്കും ജാൻ കാറിൽ നിന്ന് ട്രോളിയും ജാക്കറ്റും കയ്യിലെടുത്തിരുന്നു. ശേഷം ഇരുവരും മാൻഷനിലേക്ക് നടന്നു. പിണക്ക് മാറിയില്ലെന്നില്ല അവൻ ചോദിച്ചിട്ടും അവളൊന്നും മിണ്ടാ മുഖം കുരിച്ച് നടന്നതേയുള്ളൂ. വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്ന ശിവനാഥ് മേനോൻ. ആ, നിങ്ങളായിരുന്നോ? കിരൺ പറഞ്ഞു നീ നീലാംബരിയെ കാണാൻ ട്രിവാൻഡ്രം പോയ കാര്യമൊക്കെ. നീലാംബരി മോളുടെ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? മുത്തശ്ശനെ വിളിച്ചിരുന്നു. മോളുടെ മുത്തശ്ശിക്ക് വേണ്ടുന്ന സഹായമൊക്കെ ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. അമ്മയുടെ കാലിപ്പ് എങ്ങനെയുണ്ട്? കാലിൽ പ്ലാസ്റ്റർ ടേക്കുക. 2-3 ആഴ്ച റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ശിവനാഥ് ചോദിക്കുന്നവരൊക്കെ അവൾ മറുപടി അറിഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ എല്ലാവരും ഉറങ്ങി, ഞങ്ങളും കിടന്നാ. അപ്പോഴാ ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കേസ് വന്നതെന്നും പറഞ്ഞ് സ്ത്രീക്ക് കോൾ വന്നു. അത് പിന്നെ അങ്ങനെ ഒരു സാധനം രാത്രി പകലൊന്നും അതിനില്ല. ഞാൻ കൂടി ചെല്ലാന്ന് പറഞ്ഞാ ഒറ്റക്ക് പോകണം പോലും. എന്നാ പിന്നെ പോയിക്കോട്ടെ. അല്ല പിന്നെ അകത്തേക്ക് നടക്കുന്നതിനിടയിൽ നീലാംബരി പുഞ്ചിരിയോടെ എല്ലാം കേട്ട് നിന്നു. എപ്പോഴും അവിടെ നോട്ടം സ്റ്റെയർ ഭാഗത്തേക്ക് പോയിരുന്നു. 2 സ്റ്റെപ്പ് മുകളിൽ കയറി കാല് പിണച്ചു വെച്ച് ഒരു കൈ ട്രോളിയുടെ ലോങ് ഹാൻഡിൽ താങ്ങി മറിയയിൽ ജാക്കറ്റുമായി അവളെ തന്നെ നോക്കി നിൽപ്പാണ് ജാൻ. ആ ഒറ്റ നോട്ടത്തിൽ അത്രയും നേരം നീലാംബരിയുടെ മുഖത്തുണ്ടായിരുന്ന ചിരിമാഞ്ഞു. അവനവളെ കണ്ണു ചുരുക്കി പതിയെ തലയാട്ടി വിളിച്ചു. സ്റ്റെപ്പിന് മുകളിലേക്ക് നോക്കി മുഖം വെട്ടിച്ച് വല്ലാത്ത ഭാവത്തിൽ വിളിക്കുന്നവനെ അവളൊരു പരിങ്ങലോടെ നോക്കി ഉമിനീരിറക്കിപ്പോയി. ഒരുമാതിരി കൊണ്ടുപോയി കൊല്ലാൻ വിളിക്കുന്ന പോലെ അവൾക്ക് തോന്നി. അവളുടെ നോട്ടവും പരിങ്ങലൊക്കെ കണ്ടിട്ടാവണം. വാതോരാ സംസാരിച്ചുകൊണ്ടിരുന്ന ശിവനാഥ് മേനോൻ സംസാരം നിർത്തി സോഫയിലേക്ക് കിടന്ന്. ആ, നിങ്ങൾ പോയിക്കോ. ഞാൻ ശ്രീ വരുന്നവരെ ഇവിടെയാ. റൂമിൽ കിടന്നാൽ ചിലപ്പോൾ അവൾ നേരത്തെ വന്നാൽ ഞാൻ അറിയില്ല. ബെഡ് കണ്ടാ ഇവിടെയുള്ള ഒരു ശവങ്ങളാ. അപ്പൊ ഗുഡ് നൈറ്റ് മക്കളെ. ആ ഗുഡ് നൈറ്റ് തന്റെ ഒടുക്കത്തെ നൈറ്റാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. സ്റ്റെപ്പ് കയറി തനിക്കൊപ്പം വന്നിരുന്ന് അവൾക്ക് കയറിപ്പോവാൻ ജാൻ അല്പം സ്ഥലം കൊടുത്തു. അവൾ അവനെ ഒന്ന് നോക്കി മുകളിലേക്ക് കയറി. മുകളിലെ ഹാളിലെത്തിയതും അവൾ ഒരു പകപ്പോടെ ചുറ്റും നോക്കി. കുറെ മുറികൾ. ഇതിലേതാ ഉണ്ണിയേട്ടന്റെ നോർത്ത് ചുരിദാർ ഷോളിന്റെ തുമ്പിൽ കൈ ചുറ്റിക്കൊണ്ട് അവൾ പകച്ചു നിന്നു. ജാൻ അവളെ പാസ് ചെയ്ത് മുന്നോട്ട് നടന്നിരുന്നു. ഒരു മുറിയുടെ മുന്നിലെത്തിയതും അത് തുറന്ന് അകത്തേക്ക് കയറി ലൈറ്റിട്ട ശേഷം അവൻ തിരിഞ്ഞ് നീലാംബരിയെ നോക്കി. നീല, ഒന്ന് വേഗം വാടൂ. അവൻ വിളിച്ചത് അവളൊരു മടിയോട് അകത്തേക്ക് കയറിയതും മേസിയുടെ തണുപ്പ് ദേഹത്തേക്ക് അരിച്ച് കയറിയിരുന്നു. ഉണ്ണിയേട്ടന്റെ ബെഡ്റൂം ഇനി തൻ്റേത് കൂടിയാണ്. അവളൊരു കൗതുകത്തോടെ ചുറ്റും നോക്കി. നല്ല വലിപ്പമുള്ള മുറിയാണ്. ഒത്ത നടുവിലൊരു കിങ് സൈസ് ബെഡിട്ടിരിക്കുന്നു. അതിന് ഇരുവശങ്ങളിലായി സൈഡ് ടേബിളിൽ ലാമ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുറിയുടെ ഒരു വശം മുഴുവൻ ഗ്ലാസ് ആണ്. അത് വൈറ്റ് കേർട്ടൻ കൊണ്ട് മറച്ചിരിക്കുന്നു. അത് ബാൽക്കണിയാ. അങ്ങോട്ട് നാളെ പോവാം. ഇപ്പം മോള് പോയി വേഗം ഫ്രഷ് ആയിക്കോ. ആ കാണുന്ന ഡോർ തുറന്ന ഡ്രസ്സിംഗ് ഏരിയ ആണ്. അതിനുള്ളിൽ വാഷ്റൂമിലേക്ക് തുറക്കുന്ന ഡോറുണ്ട്. വാഷ്റൂമിലേക്ക് ആ കാണുന്ന ഡോർ തുറന്നാലും ഡയറക്റ്റ് കയറാം. നീ ഫ്ലാറ്റ് കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെയാ. ട്രോളിയുടെ പുറത്തായി ജാക്കറ്റ് ഇട്ട ശേഷം പാന്റിന്റെ പോക്കറ്റിൽ തന്റെയും നീലാംബരിയുടെയും ഫോണുകൾ എടുത്ത് ടേബിൾ വെക്കുന്നതിനിടയിലാണ് ചെക്കന്റെ സംസാരം. പറഞ്ഞു കഴിഞ്ഞതും അവൻ ബെഡിലേക്ക് മലർന്നു. അവളൊന്ന് മൂളിയ ശേഷം പതിയെ മുന്നോട്ട് നടന്നു. അവന്റെ ചുണ്ടിൽ ഒരു ചിരിമിന്നി. വല്ലാത്തൊരു അപരിചിതത്വം ഫീൽ ചെയ്തു അവൾക്ക്. 1-2 ദിവസം എടുക്കണം എല്ലാം ഒന്ന് സെറ്റ് ആവാൻ. ഒന്നില്ലെങ്കിൽ കിരണേട്ടനെയും കാവ്യെങ്കിലും ഒന്ന് കാണണം. വിവാഹം ഒരു ഞെട്ടലായി തോന്നുന്ന പോലെ ഏതോ സ്വപ്നലോകത്തിൽ വന്നുപെട്ട ഒരു ഫീലായിരുന്നു നീലാംബരിയിൽ. ഡ്രസ്സിംഗ് ഏരിയ കണ്ടതും നീലാംബരി ഒന്ന് ചുറ്റും നോക്കി. ഫ്ലാറ്റിൽ ഏതുപോലെ ലോഫ്റ്റ് ഏരിയ കവർ ചെയ്യും വിധത്തിൽ ഇരുവശങ്ങളിലും വാൾഡ്രോബുകൾ. ഒരു വശത്തെ വാൾഡ്രോബ് തുറന്ന് അവൾ കണ്ടു. അതിൽ മുഴുവനും തനിക്കുള്ള വസ്ത്രങ്ങളാണ്. ചുരിദാറുകളാണ് കൂടുതൽ. പിന്നെ നൈറ്റ് സ്യൂട്ടുകൾ. അതൊക്കെയും സ്ത്രീയുടെ സെലക്ഷൻ ആണെന്ന് അവൾക്കറിയാം. വാഷ്റൂം തുറന്ന് അകത്തേക്ക് കയറിയതും അവളൊന്ന് ഞെട്ടി. തറവാട്ടിലെ തന്റെ ബെഡ്റൂമിനേക്കാൾ വലിപ്പമുണ്ട്. ടോയ്ലറ്റ് സൗകര്യമൊക്കെ സെപ്പറേറ്റ് ആണ്. വാഷ്റൂമിന്റെ ഒരു വശത്തായി വലിയൊരു ബാത്ത് ടബ്. കബോർഡ് തുറന്ന് ഉപയോഗിക്കാത്ത ബ്രഷും ടവലൊക്കെ എടുത്തു അവൾ. വസ്ത്രം മാറി വലിയൊരു ടവൽ നെഞ്ചപ്പം ചുറ്റി ഷവറിനടുത്തായി വന്നു നിന്നു അവൾ. വലിയ ഷവറിൽ നിന്ന് മഴ പെയ്യും പോലെ ദേഹത്തേക്ക് തണുത്ത വെള്ളം വീണതും ഓർമ്മകൾ പുറകിലേക്ക് സഞ്ചരിക്കുന്ന പോലെ തോന്നിപ്പോയി. താൻ എവിടെയാണ്? ഉണ്ണിയേട്ടന്റെ ബെഡ്റൂമിൽ എന്ന് പറയുന്നതിനേക്കാൾ അച്ഛന്റെ വീട്ടിൽ. അങ്ങനെയാണ് അവൾ ഓർത്തത്. അതെ, അച്ഛന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഓർത്തുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. ഒരു സിനിമ പോലെല്ലാം മനസ്സിലേക്ക് വീണ്ടും ഓടി വന്നു. മനസ്സിന്റെ കോണിൽ എവിടെയോ റിവോൾവിംഗ് ചെയർ ഇട്ട് അതിലിരുന്ന് ആടിയ ജാൻ സാറിതെ ഇപ്പൊ തന്റെ ഭർത്താവായിരിക്കുന്നു.
ഓർത്തുകൊണ്ട് കണ്ണുകൾ അടച്ച് തന്നെ നിന്നു ഏറെ നേരം. വാണിംഗ്: ഈ കഥയിലുടനീളം പ്രണയപരമായ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. കേൾവിക്കാർ ശ്രദ്ധയോടെ കേൾക്കുക. പ്രായപൂർത്തിയാവാത്തവർ ദയവായി കേൾക്കരുത്. ഇരുകൈത്തണ്ടയിലൂടെയും ഒരു ചൂട് സ്പർശനം അരിച്ചിറങ്ങുന്നതറിയേ പിടഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. വയറിനോട് ചേർന്നിരിക്കുന്ന തന്റെ കൈകൾക്ക് മീതെ ആ രണ്ട് കൈകൾ പുറകിലൂടെ ചുറ്റി വരിഞ്ഞതും അവൾ സൈഡിലെ വലിയ മിറർവാളിലേക്ക് മുഖം ചെരിച്ചു നോക്കി. പുറകിലൂടെ പുണർന്നുകൊണ്ട് മുഖം താഴ്ത്തി തന്നെ നോക്കി നിൽക്കുന്നവനെ കാണേ അവളിൽ ഒരു പിടപ്പ് അനുഭവപ്പെട്ടു. വെട്ടിത്തിരിഞ്ഞു വന്നവൾ ഇടുപ്പിലൂടെ കൈ ചുറ്റി ദേഹത്തേക്ക് വലിച്ചടുപ്പിച്ചു. ജാൻ അവന്റെ തല നനയിച്ചുകൊണ്ട് പെയ്യുന്ന ഷവറിലെ വെള്ളം അവന്റെ മുടിയൊന്നാകെ നെറ്റിയിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നു. ആ മുടിത്തുമ്പിൽ നടന്നു വീഴുന്ന വെള്ളം അവളുടെ മുഖത്തേക്ക് പതിച്ചതും കണ്ണ് ചിമ്മിക്കൊണ്ട് അവൾ അവന്റെ നനഞ്ഞു കുതിർന്ന വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കി നിന്നുപോയി. ഈ സമയമൊക്കെയും അവളെ നോക്കി കാണുകയായിരുന്നു. വെളുത്ത ടവൽ മാറപ്പം ചുറ്റി മുട്ടുവരെ മറച്ചു പിടിച്ചവളുടെ കട്ടിയുള്ള മുടിയിഴകൾ ഒന്നാകെ പുറം മറഞ്ഞു കിടക്കുന്നതും വെളിവാകുന്ന വെളുത്ത ചുമന്ന ശരീരവും തുടുത്ത മുഖത്തിൽ ചോരകിനിയുന്ന അത്തരങ്ങളും അവയ്ക്ക് കണ്ണു തട്ടാതിരിക്കാൻ എന്ന വണ്ണം ആ കറുത്ത മറുകുമൊക്കെ. അവളുടെ ആ കണ്ണുകൾ ചുമന്ന് കലങ്ങിയത് വെള്ളം വീണിട്ടാവുമോ അതോ തന്റെ സാമീപ്യം തൊട്ടറിഞ്ഞിട്ടാവുമോ? ഒരു വേള അവളുടെ ചുവന്ന ചുണ്ടുകളിലേക്ക് അവൻ സർവ്വം മറന്ന് കൊതിയോടെ നോക്കി നിന്നുപോയി. ഷവറിൽ നിന്ന് വീഴുന്ന വെള്ളം അവളുടെ വിറക്കുന്ന അത്തരങ്ങളിൽ തഴുകി താഴേക്ക് പോയതും അവന്റെ കണ്ണുകൾ അവയ്ക്കൊപ്പം എത്താൻ തിടുക്കം കൂട്ടി. പക്ഷെ നീലാംബരി ഇത്രയ്ക്കൊന്നും ചിന്തിച്ചു കൂട്ടിയില്ല. ഇന്നിവിടെ വല്ലതും നടക്കും. ദേവിയെ ഓർത്തിട്ട് കൈയും കാലും വിറക്കുന്നു. സ്വന്തം മുറിയിൽ വല്ലാത്ത ധൈര്യമായിരുന്നു. എന്നാ ഇപ്പോ ഉള്ള ധൈര്യം മുഴുവൻ വെള്ളത്തിനോടൊപ്പം ഒലിച്ചു പോയ പോലെ അവൾക്ക് തോന്നി. അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വശ്യമാർന്ന ഭാവം ഒരാക്രമണത്തിന് മുന്നേയുള്ള ശാന്തത പോലെയൊക്കെ അവൾക്ക് തോന്നി. ഉണ്ണിയേട്ടൻ കുളിക്കാൻ വന്നാണോ? എന്റേത് കഴിഞ്ഞില്ലായിരുന്നു. അല്ല, ഏതു വഴിയാ ഇപ്പൊ വന്നേ? കൊച്ചു വിക്കി വല്ല വിധേനയും പറഞ്ഞൊപ്പിച്ചോ ചെക്കനൊരു ഡോറിലേക്ക് മുഖം തിരിച്ചെന്ന് നോക്കി. സുഭാഷ് റൂമിൽ നിന്ന് ഡയറക്റ്റ് തുറക്കുന്ന ആ ഡോർ അത് ലോക്ക് ചെയ്യാൻ താൻ മറന്നുപോയി എന്നുള്ള നഗ്ന സത്യം അവൾ മനസ്സിലാക്കി. അതെങ്ങനെയാ? വാഷ്റൂമിൽ കയറിയതും അലാവുദ്ദീൻ ഗുഹകളിൽ കയറിയ പോലെ നോക്കി അമ്പരം നിൽപ്പല്ലായിരുന്നു താൻ. അവളിലേക്ക് വന്ന് അമർന്നുകൊണ്ട് ശ്വാസം വലിച്ചെടുത്തു. ജാൻ, നില, you suggest me a lot. Don't expect any kind of softness from me. മുരളം പോലെയുള്ള അവന്റെ വാക്കുകളിൽ ഒന്ന് വിറച്ചു പോയി അവൾ. ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഉണ്ണിയേട്ടനല്ലേ ഫ്രഷ് ആവാൻ പറഞ്ഞു വിട്ടേ? ഒന്ന് പതറി പറഞ്ഞുകൊണ്ട് അവൾ അവനെ ഒന്നാകെ നോക്കി. തന്റെ പോലെ തന്നെ ഒരു വൈറ്റ് ടവൽ മാത്രമാണ് അവന്റെയും വേഷം. അരക്കൽപ്പം താഴെയായത് മുറുക്കെ ചുറ്റിയിരിക്കുന്നു. മസിൽ മുറുകിയ ഞരമ്പുകൾ എഴുന്ന അവന്റെ ഉറച്ച ശരീരം വശ്യതയുടെ പര്യായമായി അവൾക്ക് തോന്നി. അധികം ചിന്തിക്കാനുള്ള സമയമൊന്നും അവൾക്ക് കൊടുത്തില്ല ജാൻ. ഷവർ ഓഫ് ചെയ്ത ശേഷം പൂന്നുള്ളുന്ന ലാഘവത്തിൽ അവൾ ഇരു കൈകളിൽ കോരിയെടുത്തു അവൻ. ബാത്ത് ടബിന്റെ അടുത്തേക്ക് അവളെയും കൊണ്ട് നടക്കുമ്പോൾ പോലും ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു വലിച്ചുകൊണ്ടിരുന്നു. ബാത്ത് ടബിലേക്ക് അവളെ കിടത്തിയ ശേഷം വെള്ളം തുറന്നു വിട്ടുവൻ. അറിയാം, ഉണ്ണിയേട്ടൻ തന്നോട് ചേരാൻ ഒത്തിരി കൊതിക്കുന്നുണ്ട്. തനിക്കും അത്ര തന്നെ ആഗ്രഹമുണ്ട്. പക്ഷേ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ജാനാണ്. അവൻ്റെ രീതികൾ വ്യത്യസ്തമാണ്. എപ്പോഴും ഓരോ സർപ്രൈസ് അന്ന് ഞെട്ടിക്കുന്നവനെ നമ്പാൻ കൊള്ളില്ല. ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ മാത്രം അവളിലൊരു പതർച്ചയില്ലാതെയില്ല. തൻ്റെ അടുത്തേക്ക് ചായുന്നവൻ്റെ നെഞ്ചിൽ കൈവച്ച് ഒരു നിമിഷം ഒന്ന് തടഞ്ഞു നീലാംബരി. മുഖം ചുളുക്കി അവനൊന്ന് നോക്കി അവളെ. ഉണ്ണിയേട്ട, വെട്ടം ലൈറ്റ് വേണ്ട പ്ലീസ്. ബാത്റൂമിൽ നിറഞ്ഞിൽക്കുന്ന വെള്ള വെളിച്ചത്തിൽ അവൾക്ക് അവനോടൊപ്പം പറ്റില്ലായിരുന്നു. തറവാടിലായിരുന്നപ്പോൾ കൂടി ഇരുളിന്റെ മറവിനെ കൂട്ടുപിടിച്ചവൾക്കെതിരായി വെള്ളി വെളിച്ചം അവനെ തുണക്കുമ്പോൾ പോലും അവൾ നാണിച്ചിരുന്നു. ഒന്ന് തല ഉടഞ്ഞെഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കൂടി അവന്റെ കണ്ണുകൾ അനുസരണയില്ലാത്ത എന്റെ മുന്നിലൊരു മത്സ്യകന്യകയെ പോലെ കിടക്കുന്നവളിൽ തറഞ്ഞു നിന്നിരുന്നു. അവളുടെ ഉടലളവുകൾ അവനിലെ പുരുഷനെ വശം കെടുത്തി. ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം കബോർഡ് തുറന്ന് വലിയ 3 ക്യാൻഡിൽസ് എടുത്ത് ബാത്ത് ടബിനടുത്തായി ഗൺ ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ചു വെക്കുന്നവനെ ഒരു വേള അവളും നോക്കി കിടന്നുപോയി. എനിത്തിങ് എൽസ്? ഒപ്പം അവരുടെ ചോദ്യവും വന്നതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് വിലങ്ങിനെ തലയാട്ടി. Then let me do. ശ്വാസം പോലെ പറഞ്ഞുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് കയറി കിടന്നു. പൈപ്പ് ഓഫ് ചെയ്ത ശേഷം അവളെ നോക്കിയവൻ മയങ്ങി തുടങ്ങിയ കണ്ണുകൾ ഉയർത്തി നിസ്സഹായ ഭാവത്തിലുള്ള അവളുടെ നോട്ടത്തിനു മുമ്പിൽ അവനൊരു ചെറു പുഞ്ചിരി സമ്മാനിച്ച ശേഷം ആ ചുണ്ടുകളെ പാടെ അവഗണിച്ചുകൊണ്ട് അവൻ്റെ അത്തരങ്ങൾ അവളുടെ കഴുത്തിടുക്കിലേക്ക് പാഞ്ഞു കയറി.
ഒരു നിശ്വാസത്തോടെ അവൾ കണ്ണുകൾ കൂമ്പി അടച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചു. അവന്റെ ചുണ്ടുകൾക്കിടയിൽ കിടന്ന് അവളുടെ കഴുത്തിലെ മാംസളത ഞെരിഞ്ഞമർന്നു. തികച്ചും വന്യമായി തീർന്ന ചുംബനത്തിൽ ആ നാവിന്റെ ചൂടിനൊപ്പം അവന്റെ പല്ലുകൾ കൂടി കഴുത്തിന്റെ ഇരുവശങ്ങളെയും മാറി മാറി കാർന്നെടുക്കുന്ന പോലെ അവൾക്ക് തോന്നിയ നിമിഷം അറിയാതെ ഇരു കയ്യാൽ അവന്റെ നെഞ്ചിൽ പിടിച്ചൊന്ന് തള്ളി നോക്കി. ഒന്ന് മൂളിക്കൊണ്ട് പ്രതിഷേധം അറിയിക്കുന്നതിനോടൊപ്പം അവളുടെ ഇരു കൈകളെയും പിടിച്ചുയർത്തി മുകളിൽ ലോക്ക് ചെയ്തു ജാൻ. തന്റെ ഇരു കൈയും അവന്റെ ഇടത് കൈയുടെ പിടിയിൽ ഒതുങ്ങിയതറിയെ വിറച്ചു പോയി അവൾ. ഇപ്പൊ ഈ കൈകൾ ഇവിടെ ഇരിക്കട്ടെ നില, തടയാൻ വന്ന ഇങ്ങനെ പിടിക്കുന്നതിന് പകരം കെട്ടിയിടാൻ അറിയാം എനിക്ക്. ഉണ്ണിയേട്ട, ഇത് ഞാനല്ലേ? എന്നോടാണ് ഇങ്ങനെയൊക്കെ വേദനിച്ചിട്ട് ഞാൻ? നിഷ്കളങ്കമായി ചോദിച്ചാൽ ആ സെന്റിമെന്റൽ അപ്രോച്ചിൽ സെക്കൻഡ് മൂക്കും കുത്തി വീഴുമെന്ന് അവൾക്കറിയാം. ദയനീയ ഭാവത്തിൽ നോക്കുന്നവളുടെ മുഖത്ത് നോക്കി അവനൊന്ന് ചിരിച്ചുപോയി. അതെ, നീ തന്നെയാ എൻ്റെ നിലാവ്. വേദനിച്ചുവെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആക്കട്ടെ. പക്ഷേ നിന്റെ ഈ കൈകൾ എന്നെ തുടരുത്, സമ്മതിച്ചോ? അതുകൊണ്ട് കൈകൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ സോഫ്റ്റായ തൊടാൻ കൂടി ഞാൻ വരില്ല, സത്യം. വേദനിക്കുമ്പോഴാ തള്ളി മാറ്റാൻ തോന്നുന്നേ. എൻജോയ് നില പറഞ്ഞുകൊണ്ട് അവൻ അവിടെ മൂർത്താവിൽ ചുണ്ടുകൾ അമർത്തി. ആ ചുണ്ടുകൾ വളരെ പതിയെ അവിടെ നിന്നും ഇഴഞ്ഞ് താഴേക്കിറങ്ങി അവളുടെ ഇടത് ചെവിയെ ഒന്നാകെ വായിലാക്കി വളരെ പതിയെ നുണഞ്ഞു തുടങ്ങിയവൻ. ഒരു തരിപ്പ് ദേഹമൊന്നാകെ പടർന്നു കയറിയ പോലെ അവളൊന്ന് വിറച്ചുപോയി. അവൻ ഒറ്റ കൈയാൽ മുറുകെ പിടിച്ചിരിക്കുന്ന കൈകൾ എങ്ങനെയെങ്കിലും വിടുവിക്കാൻ തോന്നിപ്പോയി അവൾക്ക്. വികാരങ്ങളുടെ കെട്ടുപൊട്ടിക്കുന്ന അവൻ്റെ നാവിൻ്റെ ചലനത്തിൽ അവനെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പുണരാൻ കഴിയാതെ അവൾ പിടഞ്ഞു. ഇരു ചെവികളെയും അവൻ മാറി മാറി നുണയുമ്പോൾ ചെവിയിലേക്ക് തുളഞ്ഞു കയറുന്ന അവൻ്റെ നിശ്വാസം അവളിലെ പെണ്ണിനെ പൂർണ്ണമായും വിവശയാക്കിയിരുന്നു. ആ ചുണ്ടുകൾ പതിയെ താഴേക്ക് ഇഴഞ്ഞിറങ്ങുകയും അവ അവളുടെ ഇടത്തെ കൈമടക്കിലായി വിശ്രമം കൊള്ളുകയും അവിടമാകെ അവൻ്റെ ഉമിനീരിനാൽ കുതിർന്നിരുന്നു. ഒപ്പം അവൻ്റെ വലത് കൈ ടവലിനുള്ളിലൂടെ കാൽമുട്ടിൽ നിന്ന് മുകളിലേക്ക് അരിച്ചു കയറിയതും അണപൊട്ടി ഒഴുകുന്ന തൻ്റെ വികാരങ്ങൾ അവൻ്റെ ദേഹത്ത് പ്രകടിപ്പിക്കാൻ കഴിയാതെ അവൾ പുളഞ്ഞുകൊണ്ടിരുന്നു. ഉണ്ണിയേട്ടാ, കൈവിടാമോ പ്ലീസ്? അവളുടെ ആ കെഞ്ചൽ അവ കേട്ട ഭാവം നടിച്ചില്ല. അവന്റെ ചുംബനത്തിന്റെ അനുഭൂതിയിലും കൈവിരലുകളുടെ വളരെ നേർത്ത ചലനത്തിലും ആ ബാത്ടബിൽ ശ്വാസമെടുക്കാൻ മറന്നു പിടയുമ്പോൾ അവളിൽ സീൽക്കാരങ്ങൾ ഉയർന്നു കേട്ടു തുടങ്ങി. അവന്റെ വിരലുകളുടെ ചലനം തടയാൻ കഴിയാതെ വിറച്ചുപോയി അവൾ. ഉണ്ണിയേട്ടാ, വേണ്ട. തടയല്ലേ നില. I want to touch you. I want to see you. I want to taste you. പറ, ഇനിയും സോഫ്റ്റ് ആക്കണോ ഞാൻ? മിനിറ്റുകൾക്ക് ശേഷം അവളുടെ കൈകളുടെ പിടി അയച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവൾ അവനെ വരിഞ്ഞു മുറുക്കി പുണർന്നു പോയി. ഉണ്ണിയേട്ടാ. അവളുടെ ചുണ്ടുകൾ വന്യമായി അവന്റെ കഴുത്തിൽ ചുംബിച്ചു തുടങ്ങി. അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞ് ബാത്ടബിലേക്ക് അവൻ മലർന്നു. ഒപ്പം അവളുടെ ടവലിന്റെ കെട്ടഴിച്ചെടുത്ത് ദൂരേക്ക് എറിഞ്ഞു ജാൻ. അതൊന്നും അറിയാതെ അവളുടെ ചുണ്ടുകൾ അവന്റെ നെറ്റിയിൽ അമർന്നു. മുഖത്ത് കൂടി ഒഴുകി നടന്ന അവളുടെ ചുണ്ടുകൾക്ക് പുറമെ തന്റെ നഗ്നമായ നെഞ്ചിൽ ഉരസി നീങ്ങുന്ന അവളുടെ നഗ്നത അവനെ ഉന്മത്തനാക്കി. അവൻ ചെയ്ത പോലെ തന്നെ അവന്റെ ചെവി ഒന്നാകെ അവൾ നുണഞ്ഞെടുത്തതും ജാനൊന്ന് പിടഞ്ഞുപോയി. നില. അവനിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന നിശ്വാസങ്ങൾക്കൊപ്പം നില എന്നവളെ കാറ്റുപോലെ വിളിച്ചുകൊണ്ടിരുന്നു ജാൻ. ഒരു കുഞ്ഞു പ്രതികാരം എന്ന പോലെ അവൻ്റെ ഇരു കാതുകളെയും അവൾ മാറി മാറി നുണഞ്ഞ ശേഷം കഴുത്തിലെ ടാറ്റൂവിൽ അവളുടെ പല്ലുകൾ ആഴുന്നതും അവൻ്റെ ശ്വാസം വിലങ്ങി. ഞൊടിയിടയിൽ അവളെ തനിക്കടിയിലാക്കി അവളിലേക്ക് അമർന്നു അവൻ. നെറ്റിയിൽ നിന്നും തുടങ്ങി വെച്ച ചുംബനം അവളുടെ മേനിയൊന്നാകെ വ്യാപിക്കുമ്പോൾ ഇരുവരുടെയും നിശ്വാസം അവിടമാകെ പ്രതിധ്വനിച്ചു. ഇരുമാറിടങ്ങളിലും അവൻ്റെ നാവും ചുണ്ടും മിനിറ്റുകളോളം അലഞ്ഞു നടക്കുന്നതും പല്ലുകൾ ആഴ്ത്തി കടിച്ചു നുണയുന്നതും പിന്നെയും താഴേക്കിഴഞ്ഞവ നാഭിച്ചുഴിയിലെത്തി നിൽക്കുന്നതും
അവിടെ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികൾ അവൻ ആർത്തിയോടെ നുകരുന്നതുമൊക്കെ അവൾ അറിഞ്ഞിരുന്നു. അവളുടെ അണിവയറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന അരഞ്ഞാണം പെണ്ണിൻ്റെ വശ്യത എടുത്ത് കാട്ടി. അരക്കെട്ടിൽ അവൻ്റെ ചുടുനിശ്വാസം തട്ടിയ നിമിഷം അവൾ ഒരു പിടപ്പോടെ കണ്ണുകൾ വലിച്ച് തുറന്നുപോയി. ഒരു പിടച്ചിലോടെ തന്നെ ഉറ്റുനോക്കുന്നവൾക്കായി ചുണ്ടുകൂർപ്പിച്ചൊരു മുത്തം കൂടി കൊടുത്ത് അവൻ അവിടേക്ക് മുഖം പൂഴ്ത്തിയ നിമിഷം ഉച്ചത്തിൽ ഒരേങ്ങൽ അവളിൽ നിന്ന് ഉയർന്നു കേട്ടു. കൈവിരലുകൾ സ്വയം മുടിയിൽ കോർത്തു വലിച്ചു പോയി. അവൾ ശ്വാസം വലിച്ചെടുക്കാൻ നാസിക മാത്രം പോരാ എന്നവൾക്ക് തോന്നിയ നിമിഷം വായുവിലൂടെ ശക്തിയിൽ ശ്വസിച്ചുകൊണ്ട് അവൾ കിതച്ചു. അവൻ്റെ മുടിയിൽ കോർത്തു വലിക്കാൻ തോന്നിയ നിമിഷം ആ കൈകളെ അവൾ സ്വയം തടഞ്ഞു. അവളുടെ സീൽക്കാരങ്ങളും പുലമ്പലുകളും കാതിലേക്ക് തുളഞ്ഞു കയറിയ നിമിഷം അവനിൽ അവളോട് അടുക്കാനാവാത്ത വിധം ആസക്തി കൂടി വന്നിരുന്നു. തന്നെ ഉന്മാദത്തിൻ്റെ കൊടുമുടിയിൽ എത്തിക്കുന്നവൻ്റെ ചുണ്ടിൻ്റെയും നാവിൻ്റെയും ശേഷി താങ്ങാൻ കഴിയാതെ അവൾ ശക്തിയിൽ പൊളഞ്ഞു പൊങ്ങിപ്പോയി. അവയ്ക്കൊപ്പം അവൻ്റെ വിരലുകളുടെ ചൂടും ചൂരും അറിഞ്ഞ നിമിഷം നിലം തൊടാതെ ഉയരുന്നവളുടെ നിതംബത്തിൽ കൈ ചേർത്ത് അവനിലേക്ക് കൂടുതൽ അമർത്തി വച്ചിരുന്നു ജാൻ. വെട്ടിവിറച്ചുകൊണ്ട് ബാത്ടബിലെ വെള്ളത്തിലേക്ക് തന്നെ വീഴുന്നവളുടെ ചുണ്ടുകളെ അപ്പോഴാണ് അവൻ സ്വന്തമാക്കിയത്. ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ട് അവളെ അവൻ എടുത്തുയർത്തി റൂമിലേക്ക് നടന്നു. പൂർണ്ണ നഗ്നയായി തൻ്റെ മാറിൽ പതുങ്ങിക്കൂടിയവളുടെ ചുണ്ടുകളെ അപ്പോഴും അവൻ മോചിപ്പിച്ചിരുന്നില്ല. അവൻ നടന്നു പോകുന്ന വഴികളിൽ ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ ഇരുവരുടെയും കാമസംഗമത്തിന് സാക്ഷികളായി. അവളെ പിടിലേക്ക് കിടത്തിയ ശേഷം അവൻ്റെ കണ്ണുകളൊന്നാകെ ആ പെൺ ശരീരത്തെ കൊത്തി വലിക്കുന്നതറിയേ പിടഞ്ഞുകൊണ്ട് നിവർത്തിയിട്ടിരിക്കുന്ന കംഫേർട്ടിനുള്ളിലേക്ക് അവൾ ചുരുണ്ട് കൂടി. ഒരു ചിരിയോടെ ജാൻ മുറിയിലെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തു. ശേഷം ഒരു റിമോട്ട് കയ്യിലെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി. ഓൺ ചെയ്യുന്നില്ല. എ സർപ്രൈസ് ഫോർ യു. റിമോട്ടിലെ ഓൺ ബട്ടൺ ഓൺ ചെയ്തും പെട്ടെന്ന് എൻ്റെ പുറകിൽ നിന്ന് മുറിയാകെ പരക്കുന്ന നേരത്തെ വെളിച്ചത്തിൽ അവൾ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി. ബെഡിനോട് ചേർന്നുള്ള വലിയ വാളിൽ നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ കാണെ അവളുടെ കണ്ണുകൾ തിളങ്ങി. വിശ്വസിക്കാനാവാതെ അവൾ അവനെ നോക്കി. അവനിൽ അപ്പോഴും ഒരു ചിരിയാണ്. എൻ്റെ നിലാവിനായി അങ്ങ് മുകളിൽ പോയി അമ്പിളിമാവനെ കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ പറ്റുന്ന പോലെ ഞാൻ അങ്ങ് ചെയ്തു. ഇഷ്ടായോ എൻ്റെ നിലാവിന്? നിലാ വെളിച്ചം പരത്തി നിൽക്കുന്ന വലിയ ആർട്ടിഫിഷ്യൽ മൂൺ ഇൻറ്റീരിയർ ഡിസൈൻ കണ്ട് അവളൊന്ന് ചിരിച്ചുപോയി. കണ്ണു നിറച്ചുകൊണ്ട് ബെഡിൽ കിടന്ന് അവന് നേരെ അവൾ കൈകൾ വിടർത്തി. വാ ഉണ്ണിയേട്ടാ. ഒറ്റ വലിയിൽ അവൻ അവൾ പുതച്ചിരുന്ന കംഫേർട്ട് ഒരു വശത്തേക്ക് നീക്കിയിട്ടു. അവൾക്ക് ഇരുവശവും മുട്ടുകുത്തി നിന്നുകൊണ്ട് തികഞ്ഞ വശ്യതയിൽ അവളെ നോക്കിക്കൊണ്ട് തന്നെ അരയിൽ ചുറ്റിയിരുന്ന ടവൽ പതിയെ അഴിച്ചു മാറ്റിയതു. കൈകളാൽ കണ്ണുപൊത്തിയവൾ അവളുടെ ദേഹത്തേക്ക് അമർന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു അവൻ. നില, ഇങ്ങനെ നാണിക്കുന്നത് എന്തിനാ പെണ്ണേ? ക്ലിയർ കട്ടായി ഞാനെല്ലാം കണ്ടതല്ലേ. അതുപോലെ എന്നെ നിനക്ക് കാണണ്ടേ പെണ്ണേ? മുഖത്ത് നിന്ന് അവളുടെ കൈ പതിയെ മാറ്റി അവൻ ചോദിക്കുമ്പോൾ അവളൊന്ന് മൂളി. പറ, കാണണ്ടേ നിനക്ക്? അറിയണ്ടേ? Then shall I start? ഒരിക്കൽ കൂടി അവൻ അവളെ നുകർന്നു തുടങ്ങി. നേരത്തെ അവൻ പറഞ്ഞ പോലെ തന്നെ നെറ്റിത്തട മുതൽ കാൽ വിരൽ തുമ്പ് വരെ അവൻ കാണാത്ത, അവൻ തൊട്ടു നോക്കാത്ത, അവൻ രുചിച്ചു നോക്കാത്ത ഒന്നും തന്നെ അവളിൽ ഉണ്ടായിരുന്നില്ല. വികാരങ്ങളുടെ കെട്ടുപൊട്ടിച്ച അവളിലെ പെണ്ണിനെ അനുഭൂതിയുടെ കൊടുമുടിയിലെത്തിക്കാൻ അവനിലെ പുരുഷന് നിഷ്പ്രയാസം സാധിച്ചിരുന്നു. നെറ്റി മുതൽ കാല് വരെ അവൻ്റെ മുഖം ഓരോ തവണ സഞ്ചരിക്കുമ്പോഴും വിറച്ചു തുടങ്ങുന്ന ഉടലിനെ അവൻ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അവസാനം അവളുടെ പൂർണ്ണ സമ്മതത്തോടെ അവളുടെ ഇരുകാലുകൾക്കിടയിലൂടെ അമർന്നു വന്ന് അവളിലേക്ക് പ്രവേശിക്കുമ്പോഴും അവൻ്റെ വാക്കുകൾ തീർക്കുന്ന അനുഭൂതിയിലുടലാകെ വ്യാപിക്കുന്ന നോവ് പോലും നാണിച്ചു മാറി നിൽക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നതെല്ലാം അവൾ മൂളി കേട്ടു. വളരെ പതിയെ, ഒരു താളത്തിലെന്ന പോലെ തന്നിലേക്ക് ഉയർന്ന് താഴുന്നവൻ്റെ നെഞ്ചിൽ ഇരു കൈകളും ചേർത്തു വെച്ച് ആ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ അവൾ പിടഞ്ഞു. ഹേയ് നില, പ്ലീസ് ഡോണ്ട് ടേക്ക് യുവർ ഐസ് ഓഫ് മീ.
എൻജോയ് വിത്ത് മീ. ഐ വിൽ ബി മോർ സജീവ്സ് വെൻ യു ലുക്ക് അറ്റ് മീ. നിന്റെ ഈ ഭാവം, ഇറ്റ്സ് കില്ലിംഗ് മീ. ഐ നീഡ് ഇറ്റ് നൗ. അവളിലേക്ക് മുഖം കുനിച്ച് ചുമന്ന് കലങ്ങിയ കണ്ണുകളോടെ കിതച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ആ ചുണ്ടിൽ അവൾ അമർത്തി മുത്തി. കണ്ണുകൾ കലങ്ങിപ്പിടയുന്നതും തൻ്റെ ഇരുവശങ്ങളിൽ കുത്തിവെച്ചിരിക്കുന്ന പേശികൾ വരിഞ്ഞു മുറുകി അവൻ്റെ കൈകൾ ബെഡിൽ മുറുകുന്നതും അവൾ നോക്കി കിടന്നുപോയി. ഒരു സീൽക്കാരത്തോട് അവളുടെ മാറിലേക്ക് അവൻ തളർന്നു വീഴുമ്പോൾ തൻ്റെ ഇണയെ തൃപ്തിപ്പെടുത്തിയ സംതൃപ്തിയോടെ അവൾ അവനെ മാറോടണച്ച് പൊതിഞ്ഞു പിടിച്ചു. ഞാൻ പോയി വല്ല സൗപർണികയിലോ ഗംഗാ നദിയിലോ മുങ്ങി കുളിച്ചു വരാം. ഇത് ഞാൻ പറഞ്ഞല്ല, എഴുത്തുകാരി എഴുതി വെച്ചതാ. സോ ഫസ്റ്റ് എന്നെ വാടിക തന്നിട്ടുണ്ടായിരുന്നു. റൊമാൻസ് ആവശ്യമില്ലാത്തവർക്ക് ഇത്രയും ഭാഗം സ്കിപ്പ് ചെയ്യാം. തുടരും. നിലയുടെയും ജാൻ്റെയും ഹൃദയത്തിനകത്തേക്ക് തണുപ്പ് പകരുന്ന പ്രണയ നിമിഷങ്ങളുമായി വീണ്ടും ഒരിക്കൽ കൂടി കാണും വരെ നന്ദി, നല്ല നമസ്കാരം.